നമസ്കാരം. ആത്മീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിട്ടം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്ന് പറയുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നാം കാലിൽ, അതായത് കുംഭക്കൂറിൽ ജനിക്കുന്നത് വിശേഷിച്ചും ഭാഗ്യലക്ഷണമായിട്ടാണ് കാണപ്പെടുന്നത്. പേരിനും പെരുമയ്ക്കും കീർത്തികെട്ട അഷ്ടവസുക്കൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവതയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രശസ്തിയും മാഹാത്മ്യവും വർദ്ധിക്കുന്നത്. ധവള നിറത്തിൽ മൃദംഗത്തിൻ്റെ ആകൃതിയോട് കൂടിയ ഈ നക്ഷത്രത്തെ ആകാശമണ്ഡലത്തിൽ കാണാവുന്നതാണ്. മേൽപോട്ട് മുഖമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രമണ്ഡലത്തിലാണ് ഇത് വർത്തിക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന ശിശുവിൻ്റെ മാതുലനും മൂത്ത സഹോദരനും അരിഷ്ടത ഉണ്ടാകാറുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കുജനാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല കാര്യക്ഷമതയും പൂർണ്ണ കുശലതയും ഉള്ളവരായിരിക്കും. സാമർഥ്യം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ശാസ്ത്രീയവും ചരിത്രപരവുമായ അറിവിൽ ഇവർ പ്രശസ്തരാണ്. അന്യർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യാറില്ല. സമുദായം, മതം ഇവയെപ്പറ്റി നല്ല അറിവ് ഇവർക്കുണ്ടായിരിക്കും. അവിട്ട നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവിലും പരിശ്രമത്തിലും ജീവിക്കുക എന്ന നിഷ്ഠ മാത്രമായിരിക്കും ഇവരുടെ ജീവിതവ്രതം. ഇവരിൽ ചിലർക്ക് മെലിഞ്ഞ നീണ്ട പ്രകൃതികളായിട്ടാണ് കാണപ്പെടുന്നത്. അപൂർവം ചിലർ പുഷ്ടിയുള്ള ശരീരമുള്ളവരുമായി കാണപ്പെടുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഒരു പ്രത്യേക കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും. വളരെ സാധുക്കളായും പാവങ്ങളായും പുറമേ നിന്ന് ഭാവിക്കുന്നവരാണ് ഈ അവിട്ട നക്ഷത്രക്കാർ. ഇവർക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെയായാലും ഇവരുടെ ബുദ്ധിസാമർഥ്യം പ്രശംസനീയമായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകാറുണ്ട്. ഇവർ വലിയ ആരോഗ്യവാന്മാരൊന്നുമല്ല, എന്നാൽ ആരോഗ്യഭീരുക്കളുമല്ല. സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും ചിന്തിക്കുന്നത് തന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ മാത്രമാണ്. നീർദോഷം, രക്തവാതം, അർശസ് തുടങ്ങിയ രോഗങ്ങളെ ഇവർ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ ഇവർക്കുണ്ടാകാറില്ല. കുടുംബത്തിൻ്റെ നേതൃത്വവും പ്രാമാണികത്വവും വഹിക്കുന്നത് ഇവർ തന്നെയാണ്. കുടുംബത്തിൽ സഹോദരപക്ഷത്ത് ചേർന്ന് ജീവിക്കാനുള്ള ഒരു പ്രത്യേകതയും ഇവരിൽ കാണാറുണ്ട്. 24 വയസ്സ് മുതൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാറുണ്ട്. പ്രതിബന്ധങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായാലും ഇവയെല്ലാം തരണം ചെയ്യാനുള്ള ബുദ്ധിസാമർഥ്യവും ഇവരിൽ കാണാറുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. നല്ല നന്മയുള്ളവരായ ആണ് ഇവരുടെ ഭാര്യമാരായ വരുന്ന സ്ത്രീകൾ. കൂടാതെ സൗഭാഗ്യവതികളും ആയിരിക്കും ഇവർ. ഭർത്താവിന് മാർഗദർശിയായിരിക്കും ഇവർ എന്നും. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തിൽ ദുർഘടങ്ങൾ ഉണ്ടാകാറില്ല. ഈ നക്ഷത്രക്കാർക്ക് ഭാര്യാസുഖവും സന്താന സൗഭാഗ്യവും ഉണ്ടായിരിക്കും. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. നല്ല തൻ്റേടമുള്ളവരായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത്. വിവേകശാലികളുമായിരിക്കും ഇവർ. ആരോഗ്യ വിഷയത്തിൽ ചിലർ പിന്നോട്ടാണ്. രക്തവാതം, ഗർഭാശയരോഗം എന്നിവ ഇവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഗ്രഹഭരണത്തിലും ഏറ്റെടുക്കുന്ന ജോലിയിലും ഇവർ നന്നായി ശോഭിക്കാറുണ്ട്. വൈരാഗ്യ ചിത്തമാണ് ഇവർക്കുള്ളത്. ആരോഗ്യം വകവയ്ക്കാതെ പണിയെടുക്കുന്നവരാണ് ഈ അവിട്ടം നക്ഷത്രക്കാരികളായ സ്ത്രീകൾ. ദശാനാഥൻ ചൊവ്വയാണ്. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. പൂരുരുട്ടാതി, രേവതി, ഭരണി, മകം, പൂരം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഏതെല്ലാം നോക്കാം. അവിട്ടം, മകയിര്യം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, പൂജാതി കാര്യങ്ങൾ എന്നിവ നടത്തുന്നത് വളരെ ഉചിതമായി കാണുന്നു. നക്ഷത്രാധിപൻ ചൊവ്വയായതുകൊണ്ട് തന്നെ ചൊവ്വാപ്രീതി ചെയ്യുന്നത് വളരെ ഉചിതമാണ്. രാശ്യാധിപൻ ശനി ആയതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉചിതമാണ്. ചുവപ്പ്, കടും നീല, കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായി കാണുന്നു. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം നരൻ, വൃഷം വഹ്നി, ദേവഗണം സ്ത്രീ യോനി, പക്ഷി മയിൽ, ഭൂതം ആകാശമാണ്. രാശ്യാധിപൻ ചൊവ്വയായതുകൊണ്ട് തന്നെ ചൊവ്വയുടെ സ്തോത്രം ജപിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഫലപ്രദമായി കാണുന്നു. സ്തോത്രം ഇതാണ്: രക്തമാല്യാംബരധര ശൂരശക്തി ഗദാധര ചതുർഭുജോ മേഷഗതോ വരദസ്യാധരാസുത. ഈ സ്തോത്രം ദിവസവും ജപിക്കുന്നത് അവിട്ട നക്ഷത്രക്കാർക്ക് വളരെ ഫലപ്രദമായി കാണുന്നു. അടുത്ത ദിവസം ചതയ നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ശുഭം.